മുന്നണി പ്രവേശം എന്നുള്ളത് ചർച്ച ചെയ്ത് പരിഗണിക്കാം എന്ന് കരുതാം. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തത് വരുമ്പോൾ വിജയസാധ്യതയുള്ള 3 മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് കൈകൊള്ളുന്ന കണക്കല്ലേ? കൈകൊള്ളുന്ന കണക്കാണ്. അത് ഡിമാൻഡ് മാത്രമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. ഇപ്പോൾ രാവിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി എല്ലാം ഞാൻ സംസാരിച്ചിരുന്നു. കെ പി സതീശൻ, സണ്ണി ജോസഫ് വൈകിട്ട് നിലമ്പൂരിലേക്ക് എത്താൻ പോകുന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് അല്പസമയം 1 മണിക്കൂർ കൊണ്ട് നിലമ്പൂരിലേക്ക് എത്തും. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകാൻ പോകുന്നു. VD സതീശൻ നിലമ്പൂരിലുണ്ട്. KC വേണുഗോപാൽ ഇന്ന് കോഴിക്കോട് മലപ്പുറത്ത് ദേശീയപാത തകർന്ന സ്ഥലം സന്ദർശിക്കുന്നു. MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിക്കായി കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തീരുമാനം നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ UDFുമായി PV അൻവറിനെ സഹകരിപ്പിക്കാം, മുന്നണിയുടെ ഭാഗമാക്കില്ല TMCയെ എന്ന് തന്നെയായിരിക്കും വരാൻ പോകുന്ന തീരുമാനം. അക്കാര്യം PV അൻവറിനും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ഡിമാൻഡുകൾ കൂടി PV അൻവറും അദ്ദേഹത്തിനൊപ്പം ഉള്ളവരും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ലീഗിനെ കൂടി ഭാഗമാക്കിയാണ് ആ നീക്കം. അതിന് മലപ്പുറത്തിൻ്റെതായും കോഴിക്കോടിൻ്റെതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ TK ഹംസയിലൂടെ, KT ജലീലിലൂടെ, ഇപ്പോൾ V അബ്ദുറഹ്മാൻ മന്ത്രിയിലൂടെ, അല്ലെങ്കിൽ PV അൻവറിലൂടെ ഇടതുപക്ഷം എങ്ങനെയാണോ ലീഗ് കോട്ടകളിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള, UDFന് വലിയ സ്വാധീനമുള്ള മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കിയത്, ആ തന്ത്രം വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം എക്കാലത്തും ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ PV അൻവറിനെ ഒപ്പം നിർത്തുക എന്നതൊരു മറുതന്ത്രമായി തന്നെ ലീഗ് കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും PV അൻവറിനെ തള്ളിക്കൊണ്ടിരുന്ന നിലപാട് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ചേർത്ത് നിർത്തണമെന്ന സുചിന്തിതമായ അഭിപ്രായം അവർ കോൺഗ്രസുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത്. തിരുവമ്പാടി, കോഴിക്കോട് സീറ്റുകളാണ് ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട സീറ്റുകൾ, ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ തന്നെ PV അൻവർ ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ ഉറപ്പ് വേണം എന്നാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. പക്ഷേ ലീഗ് നേതൃത്വം അക്കാര്യത്തിൽ പരിപൂർണമായി അൻവറിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. അതേസമയം എത്ര സീറ്റ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലീഗ് നൽകിയിട്ടില്ല. ഒരു സീറ്റ് എന്തായാലും നൽകാൻ കഴിയും. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ, അത്തരം സാഹചര്യമുണ്ടോ, അത് പരിശോധിക്കാം എന്നതാണ് ലീഗിന്റെ നിലപാട്. കോൺഗ്രസ് നേതാക്കൾ രാവിലെ ആശയവിനിമയം നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമല്ല, ഇപ്പോഴെങ്ങനെ ഉറപ്പ് നൽകാനാകും, ഇപ്പോൾ എങ്ങനെ സീറ്റ് ചർച്ച നടത്താനാവും, ഇവിടെ സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല. മാത്രമല്ല, സ്ഥാനാർത്ഥി ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അൻവർ ഞങ്ങളുമായി സംസാരിച്ചൊരു ടോക്കിംഗ് ടൈംസ് തെറ്റിച്ചുകൊണ്ട് പുറത്തു പരസ്യമായി സ്ഥാനാർത്ഥിയെയും കോൺഗ്രസിന്റെ തീരുമാനത്തെയും എതിർത്തത്? അതിലുള്ള വലിയ ഒരു വികാരമാണ് ഇപ്പോൾ UDF കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ തീരുമാനമെടുക്കട്ടെ, സംസ്ഥാന നേതാക്കളുമായി ഒരു ആശയവിനിമയത്തിലുള്ള സാധ്യത മങ്ങി എന്ന നിലപാട് അൻവറും സ്വീകരിക്കുന്നത്. രതീഷ് വിശദമായ വിവരങ്ങൾ നൽകിയത്.